ആലുവ നസ്രത്ത് ആശ്രമ ദേവാലയത്തിൽ തിരുകുടുംബത്തിന്റെ തിരുനാൾ 2024 ഡിസംബർ 26, 27, 28, 29 തീയതികളിൽ നടക്കുകയാണ്. തിരുനാളിന് ആരംഭം കുറിച്ചുകൊണ്ട് ഇന്ന് വൈകിട്ട് 5:30 സെന്റ് ഡൊമിനിക് പള്ളി വികാരി ഫാദർ ജോസഫ് കരിമത്തി കൊടികയറ്റം നടത്തി. നസ്രത്ത് ആശ്രമ സുപ്പീരിയർ ഫാദർ സണ്ണി പള്ളിപ്പാട്ട് സന്നിഹിതനായിരുന്നു. വർഷങ്ങളായി നസ്രത്ത് ആശ്രമത്തിൻ്റെ ദേവാലയ തിരുനാളാണ് തിരുക്കുടുംബ തിരുനാൾ. നമ്മൾ ഇന്ന് വൈകിട്ട് കൊടികയറുകയും നാളെ അതിൻ്റെ ആരംഭ ദിവസവും ഞായറാഴ്ച വൈകിട്ട് 4:30-ക്കുള്ള വിശുദ്ധ ബലിയോടുകൂടെ നമ്മുടെ തിരുനാളിൻ്റെ ആഘോഷം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. തിരുനാൾ കുർബാനയ്ക്ക് ശേഷം ഞായറാഴ്ച പ്രദക്ഷിണവും ആ പ്രദക്ഷിണത്തിന് ശേഷം ഇവിടെ ഊട്ടുനേർച്ചയും മറ്റ് പ്രാർത്ഥനകളിലൊക്കെ ഉണ്ടായിരിക്കും. വർഷങ്ങളായി ഈ ആശ്രമത്തിന് ചുറ്റുപാടുമുള്ള എല്ലാവരും ഒന്നു ചേർന്ന് ആഘോഷിക്കുന്ന വലിയൊരു ആഘോഷ തിരുനാളാണ്. ഈ വർഷം ഈ തിരുനാൾ എല്ലാവരെയും പ്രത്യേകം ക്ഷണിക്കുന്നു. എല്ലാവരും അതിൽ പങ്കെടുത്ത് സഹകരിച്ച് ഈ തിരുനാൾ ആഘോഷത്തെ ആഘോഷപൂർണ്ണമാക്കി അനുഗ്രഹിക്കണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കുന്നു. ശനിയാഴ്ച വൈകിട്ട് 5:15 പ്രസിദ്ധി വാഴ്ച തുടർന്ന് ആഘോഷമായ തിരുനാൾ കുർബാന കാർമ്മികൻ ഫാദർ ഡെന്നി പാലയ്ക്കാപ്പറമ്പിൽ നിർവഹിക്കും. വൈകിട്ട് 7 മണിക്ക് വിശ്വാസ പരിശീലന വാർഷികവും കലാപരിപാടികളും. ഡിസംബർ 29 ഞായറാഴ്ച വൈകിട്ട് 4:30 ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന ഫാദർ മെൽവിൻ ചിറ്റിലപ്പള്ളി നേതൃത്വം നൽകും. വചന സന്ദേശവും ഫാദർ അഗസ്റ്റിൻ കല്ലേലിയും. തുടർന്ന് പ്രദക്ഷിണം, ആശീർവാദം, ഊട്ടുനേർച്ച. തിരുനാളിന് നസ്രത്ത് ആശ്രമ സുപ്പീരിയർ ഫാദർ സണ്ണി പള്ളിപ്പാട്ട, തിരുനാൾ കോർഡിനേറ്റർ ഫാദർ സാജു ചിരയ്ക്കൽ, തിരുനാൾ കമ്മിറ്റി അംഗങ്ങളായ മാർട്ടിൻ മാത്യു മൂലൻ, സുനിൽ സണ്ണി പുത്തനങ്ങാടി, ലിജു പൗലോസ് തേക്കാനത്ത, ജോമോൻ ജോയ് മംഗലപ്പള്ളി, രാജേഷ് പുത്തനങ്ങാടി, ജോസ്ദാസ് മുന്നേലി തുടങ്ങിയവർ നേതൃത്വം നൽകി. ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.